ഹിതം ചെയ്യുവാൻ അങ്ങെപ്പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിതാ പൂർണ്ണമായി. യേശുനാഥനിൽ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ നടത്തുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ പത്രോസ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം. ഒന്നാമതായി യേശുനാഥൻ്റെ ചോദ്യം. താൻ ആരാണെന്നാണ് ജനങ്ങൾ കരുതുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ യേശുവിൻ്റെ ചോദ്യത്തിന് നാം എങ്ങനെ ഉത്തരം നൽകുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണിത്. ക്രിസ്തു ബന്ധത്തിൻ്റെ മധ്യേ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്. 2 പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. യേശുവാണ് മിശിഹ എന്ന് പത്രോസിൻ്റെ ഏറ്റുപറച്ചിൽ യേശുവിൽ ഉള്ള വിശ്വാസത്തിൻ്റെ സമ്പൂർണ്ണ പ്രഖ്യാപനമാണ്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളുമായി മല്ലിടുമ്പോൾ ദൈവം ആരാണെന്ന് അറിയാൻ സാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. 3 യേശുനാഥൻ്റെ പ്രഖ്യാപനം. മിശിഹ എന്ന നിലയിൽ താൻ കഷ്ടപ്പെടുകയും ഇസ്രായേലിലെ നിയമപാലകരാൽ തിരസ്കരിക്കപ്പെടുകയും കുരിശിൽ മരിക്കുകയും ചെയ്യുമെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. ഇത്തരമൊരു മിശിഹ ആയിരുന്നില്ല ശിഷ്യന്മാർ പ്രതീക്ഷിച്ചത്. പത്രോസ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം യേശു തൻ്റെ ജീവിതത്തെക്കുറിച്ച് നടത്തുന്ന പ്രഖ്യാപനം തീർത്തും പരാജയം എന്ന് തോന്നിപ്പിക്കുമാറുള്ളതാണ്. 4 യേശുവിൻ്റെ വിളി. തന്നോട് കൂടെ ആയിരിക്കുവാനും പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും കൂടി തന്നെ സ്നേഹിക്കാനും യേശു ജനങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് കർത്താവ് ഇവിടെ നടത്തുന്നത്. ഒരർത്ഥത്തിൽ നീ നിൻ്റെതല്ലാതെയായി മാറുമ്പോൾ നീ ക്രിസ്തുവിൻ്റെതായി മാറുന്നു. ഇതാണ് യേശുവിൻ്റെ വിളി അനുഭവം. യേശുനാഥൻ്റെ വിളി 3 തലങ്ങളിലൂടെ കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. നാം കേട്ടതുപോലെ തന്നെ ഒന്നാമതായി ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിലാണ് യേശുനാഥൻ ഇത് ആരംഭിക്കുന്നത്. ജനങ്ങൾ ഈ ലോകം എന്തൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പറയുവാനുള്ളത് അത് ആകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. 2 ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഏറ്റുപറച്ചിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അത് കർത്താവായ യേശുനാഥൻ ശിഷ്യന്മാരോട് ചോദിക്കുക. 3 കർത്താവിൻ്റെ പീഡാനുഭവവും ഉത്ഥാനവും പ്രവചനമാണ്. അവിടെ കർത്താവായ യേശുനാഥൻ ഒരു വിളിയനുഭവത്തിലൂടെ അവരെ കൊണ്ടുവരികയാണ്. അവർ ചിന്തിച്ചതല്ല, ക്രിസ്തു എന്ന ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നു. ഈ പീഡാനുഭവത്തിന് ശേഷം ദൈവപുത്രൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ക്രിസ്തു പഠനത്തിൻ്റെ കാമ്പ് യഥാർത്ഥത്തിൽ ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്ന് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനെക്കുറിച്ച് അറിയുവാൻ നമുക്ക് യേശുവിൻ്റെ അരികിലേക്ക് പോകേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി ദൈവത്തിൻ്റെ ഐക്യദാർഢ്യം. യേശുവിൻ്റെ കഷ്ടപ്പാടും മരണവും ദൈവം തങ്ങളുടെ കഷ്ടപ്പാടുകളിൽ മനുഷ്യരോട് ഐക്യദാർഢ്യം കാണിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. നമുക്ക് യേശുവിനോട് ചേർന്നിരുന്ന് യേശുവിൻ്റെ മക്കളായി രൂപാന്തരപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും
നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിൻഹിതം ചെയ്വാൻ അങ്ങെപ്പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങെപ്പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിതാ പൂർണ്ണമായി. നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ, നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരതിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. സത്യദൈവമാം യേശുവിനെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും.